സമ്പന്നമായ സാമൂഹിക സാംസ്കാരിക ചരിത്രങ്ങളുടെ ഈറ്റില്ലമായ കൊല്ലം ജില്ലയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഔപചാരികതയിലേക്ക് കടക്കും മുൻപ് സോളാർട്ട് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, സോളാർട്ട് ആത്മകല എന്നത് സ്നേഹത്തിൻ്റെ ലിപിയിൽ എഴുതിയ ഏറ്റവും പുതിയ കവിതയാണ്. മനുഷ്യരായ മനുഷ്യരോടും മതത്തിലേക്കും നിറത്തിലേക്കുമല്ല, വറ്റാത്ത കരുണയോടെയും അടങ്ങാത്ത സ്നേഹമോടെയും മനുഷ്യൻ്റെ കണ്ണിലേക്ക് നോക്കാമെന്ന ആർദ്രമായ വിളിയാണ് സോളാർട്ട്. ഇനി വരുന്ന എല്ലാ തലമുറകൾക്കും ഇവിടെ വാസം സാധ്യമാണ് എന്ന് ധൈര്യപൂർവം പറയാനുള്ള സാധ്യതയാണ് സോളാർട്ട് ലക്ഷ്യം വയ്ക്കുന്നത്. ഓരോ കുടുംബങ്ങളിലൂടെ ഈ സമൂഹത്തിലേക്ക്, ഈ മാനവരാശിയെ ആകമാനം സ്നേഹവും കരുണയും കൊണ്ടുറപ്പിക്കുന്ന അടിസ്ഥാന ശിലകളായി പരിവർത്തനപ്പെടുത്താൻ സോളാർട്ടിന് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ ഔപചാരികമായ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. സോളാർട്ട് കൊല്ലം ജില്ലയിലെ അംഗങ്ങളുടെ പുസ്തകങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാ വിശിഷ്ട വ്യക്തികളെയും ആത്മകലാ വസന്തത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖവുരകൾ ആവശ്യമില്ലാത്ത നേതൃത്വമാണ് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും ഗായകനും ചലച്ചിത്ര സംഗീത സംവിധായകനുമായ പണ്ഡിറ്റ് രമേശ് നാരായൺ അവർ സോളാർട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ചെയർമാനായി സ്തുത്യർഹമായ നേതൃത്വം നൽകുന്നു. ഏറെ ആദരവോടെ സ്വാഗതം സർ. ഉപഹാര സമർപ്പണത്തിനായി കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഗീത ആറിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർ സോളാർട്ട് കൊല്ലം ഫെസ്റ്റ് ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കുന്നു. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഉപഹാര സമർപ്പണത്തിനായി കൊല്ലം ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ശ്രീമതി രജനി BS ക്ഷണിക്കുന്നു. പ്രവർത്തന മേഖലകളിൽ വ്യാവസായിക താൽപ്പര്യങ്ങൾക്ക് സ്ഥാനം നൽകാത്ത സംരംഭകൻ, സോളാർട്ട് മുഖ്യ രക്ഷാധികാരിയായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന സോളാർട്ട് കൊല്ലം ഫെസ്റ്റിന് NGM-ന്റെ വാതിലിൽ സ്നേഹപൂർവ്വം തുറന്നു തന്ന ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ സർ, സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. കൊല്ലം ജില്ല വർക്കിംഗ് സെക്രട്ടറി ശ്രീമതി രജനി BS. വയലാർ മാധവൻകുട്ടി സാർ, ജ്വാലയായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ സിനിമ, TV സീരിയൽ സംവിധായകൻ, എഴുത്തുകാരൻ. അതേ ജ്വാലയോട് തന്നെ സോളാർട്ടിൻ്റെ ഹൃദയമായ ജനറൽ സെക്രട്ടറി, സ്നേഹപൂർവ്വം സ്വാഗതം സർ. കുമാരി ഇമ S. കൃഷ്ണ അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നു.